തുടങ്ങുന്ന ആ ഒരു കാസറ്റിൽ ശ്രീ മഹാഗണപതി, ജയ ജയ ദേവി ദയാലഹരി, ആനന്ദ സദാനന്ദ, ജയ ജയ ശങ്കര, ശ്രീ ഭുവനേശ്വരി ദേവി, കാർത്തികേയ, ഓം ജയ രാമ ശ്രീരാമ, ഹരിയുടെ കാലിൽ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്ന് തുടങ്ങുന്ന ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും ഹൃദിസ്ഥമായിരിക്കുന്നതിൻ്റെ കാരണം അത് അത്രയേറെ മനസ്സിനെ, എൻ്റെ ജീവിതത്തെ സ്പർശിച്ചതുകൊണ്ടാണ്. അപ്പോൾ അതിൽ മാഷ് അന്ന് പാടി വെച്ചിരിക്കുന്ന ഈണത്തിലാണ് അന്ന് മുതൽ ഇന്ന് വരെ സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ രാവിലേക്ക് വിളക്ക് കൊളുത്തി നാമം ചൊല്ലുമ്പോഴുള്ള ഞങ്ങളുടെ സ്തുതികളുടെ പ്രാർത്ഥനകളുടെ ഒരു ഈണം. നമുക്ക് പരിചിതമായ ഈണം മാഷ് പാടി കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഒരു അയ്യപ്പ സ്തുതി ആരംഭിക്കുന്നത് ധ്യായേദാനന്ദകന്ധം പരമഗുരുവരം. ഒരു പക്ഷെ ഞാൻ പാടുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചി എന്ന് വരാൻ പറ്റും. ഗീത ചേച്ചി അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നാമം ജപിക്കുമ്പോൾ ഈ അയ്യപ്പ സ്തുതി പാടുന്നുണ്ട്. ചേച്ചി പറ്റുകയാണെങ്കിൽ അതൊന്ന് മാഷെ പാടിക്കുന്നുണ്ട് കേട്ടോ. വരും. ഹരി പറഞ്ഞ പോലെ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഞാൻ ആലപിക്കുന്ന ശ്ലോകമാണ്. ഗുരുവായ സോമമാഷ് പാടി ആലപിച്ചത് കേട്ട് പഠിച്ചിട്ടാണ് പാടുന്നത്. തെറ്റുണ്ടെങ്കിൽ മാഷ് ക്ഷമിക്കണം. ധ്യായേദാനന്ദകന്ധം പരമഗുരുവരം ജ്ഞാനദീക്ഷാകടാക്ഷം ചിന്മുദ്രം സത്സമാധിം സുകൃതിമനമനോ മന്ദിരം സുന്ദരാംഗം ശാന്തം ചന്ദ്രാവതംസം ശബരിഗിരിവരോ തുംഗപീഠേ നിഷണ്ണം ചിന്താരത്നാഭിരാമം ശ്രുതിവിനുദപദാം ഭോരുഹം ഭൂതനാഥം ഭൂതനാഥം. അന്ന് മുതൽ കേട്ടിട്ടുള്ള ആ ഭജനകളുടെ ഭക്തിഗീതങ്ങളുടെ ഓർമ്മ വീണ്ടും തുടർന്നു. ഞാൻ പിന്നീട് മാഷ് സംഗീതം നൽകിയിട്ടുള്ള കാസറ്റുകളിൽ, CD-കളിൽ, ഓഡിയോ ആൽബങ്ങളിൽ പലപ്പോഴും എനിക്ക് പാട്ട് എഴുതുവാനുള്ള അവസരം മാഷ് നൽകി. ഇപ്പോൾ റീസെൻ്റായിട്ട് ഹരിഗീതം എന്ന ഞാൻ എഴുതിയ 84 പാട്ടുകൾ അടങ്ങിയൊരു പുസ്തകം പബ്ലിഷായി. ആ പുസ്തകത്തിലുണ്ട് മാഷുടെ ഈണത്തിൽ മാഷ് ചെയ്തിട്ടുള്ള പല ഓഡിയോ ആൽബങ്ങളിൽ എഴുതുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുള്ള പല പാട്ടുകൾ. ഏഷ്യാനെറ്റിൽ ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്ന സമയത്ത് മാഷും ഗണേശും മാഷും ഹരിപ്രസാദ് മാഷൊന്നും ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ, തിരുവനന്തപുരത്ത് പുളിയരക്കോണത്ത് ഭക്തിഗാന പരിപാടികൾ അത് ഏഷ്യാനെറ്റിൽ പലതവണ ടെലികാസ്റ്റ് ചെയ്തു. അങ്ങനെയുള്ള അനേകം ഓർമ്മകളാണ്. ഞാൻ ഈ ഇവിടെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ പോക്കറ്റിൽ ഒരു അമൂല്യ വസ്തു ഉണ്ടെന്ന്. 10-35 വർഷമായിട്ട് സൂക്ഷിക്കുന്ന അതിതാണ് ഭക്തിഗാനമഞ്ജരി എന്ന കാസറ്റ്. മാഷ് നൽകിയ അറിവിന്, അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. അടുത്തതായി ഒരു ചടങ്ങാണ് ചെറിയത്. കേരളത്തിലെ ഒരു സംഗീത സംഘടനയും ചെയ്യാത്ത പ്രോഗ്രാമായിരുന്നു ഈ വർഷം ജനുവരി 26-ന് നാദബ്രഹ്മ ഫൗണ്ടേഷൻ അഭിമാനപൂർവ്വം കാഴ്ചവെച്ച് ജയ് ജവാൻ എന്ന പ്രോഗ്രാം. ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സൈനികർക്ക് പ്രണാമവും ദേശഭക്തി ഗാനങ്ങൾ മാത്രം കോർത്തിണക്കിയ ഗാനസന്ധ്യയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഏറെ ശ്രദ്ധേയമായ ആ പ്രോഗ്രാമിൻ്റെ 2ാം അധ്യായം ഈ വരുന്ന ജനുവരി 26-ന് നടത്തപ്പെടുകയാണ്. അതിൻ്റെ ടീസർ റിലീസാണ് ഇനി ഇവിടെ നടക്കുന്നത്. ഇതിനായി നമ്മുടെ അതിഥി ശ്രീ ഹരി പി നായരെയും ശ്രീ സോമശേഖരൻ മാസ്റ്ററെയും സാദരം ക്ഷണിക്കുന്നു. പ്രോഗ്രാമിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ സോമൻ മാസ്റ്ററോട് അഭ്യർത്ഥിക്കുന്നു.
എന്താ ഇത് പിടിച്ചോളൂ.